ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കർക്കിടകം 2. ഇന്ന് നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോളിന്ന് എനിക്ക് മുന്നേ എണീറ്റുണ്ട് കേട്ടോ. അവൾ എന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട്. എണീറ്റ് വന്ന അമ്മയ്ക്ക് നല്ല പനിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനായിരുന്നു അടുക്കളയിൽ ഫുള്ള്. ഇതിൽ ഞാനും അമ്മയും കൂടിയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതോടെ കടയിലേക്ക് പോയി സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയി കൊണ്ടുവന്നിട്ട് വേണമായിരുന്നു അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാൻ. അപ്പോൾ പിന്നെ ഞാനും വലിയ ഒന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ ഒരു പപ്പായ ഇങ്ങനെ പാകമായി കിടക്കുന്നുണ്ടായിരുന്നു. അതെടുത്തു. നമ്മൾ കോഴിക്കൂട്ടിൽ കോഴിനെ കൊണ്ട് പോയി നോക്കി. അങ്ങനെ മുറ്റത്ത് ജസ്റ്റ് ഒന്ന് നടന്ന് വന്നപ്പോഴേക്കും അതോട്ടം വന്നു കേട്ടോ. പിന്നെ മോളെ അതോട്ടിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ ശീബോധി വയ്ക്കാൻ പോയിട്ടോ. നാട്ടിലാണെങ്കിൽ ശീബോധിക്ക് 10 ദശപുഷ്പങ്ങൾ വേണം. പണ്ട് 10 ദശപുഷ്പങ്ങൾ പറിക്കാൻ പോയ കഥ പറയുകയാണെങ്കിൽ ഇന്നൊന്നും തീരില്ല, അത്രയ്ക്കുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ അമ്മ തുളസീൻ്റെ ഇല വെക്കും, തുളസി തണ്ട് മുറിച്ച് വെക്കുന്ന കാണാം. അപ്പോൾ ഞാനും അമ്മയാണ് സാധാരണ ശീബോധി വെക്കാറ്. അപ്പോൾ ഞാനും അമ്മ വെക്കുന്ന പോലെ തുളസി തണ്ടൊക്കെ മുറിച്ച് കിണ്ടിയിൽ വെള്ളം എടുത്തു, അലകിയൊക്കെ നന്നായിട്ട് കഴുകി അതിൽ വരച്ചു ശീബോധി വെച്ചു കേട്ടോ. എങ്ങനെയാണ് ഇവിടെ ശീബോധി വയ്ക്കുക? ഓരോ നാട്ടിലും ഓരോ പോലെ വിശ്വാസങ്ങളുടെ വഴിക്ക് വിടുന്നതല്ലേ നല്ലത്. അപ്പോൾ അതത്രേ ഉള്ളൂ. ശീബോധി വയ്ക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറി കേട്ടോ. പിന്നെ നേരെ തീ പിടിപ്പിക്കൽ മഹാമഹാണ്. എനിക്ക് എത്ര ചെയ്താലും ശരിയാവാത്തൊരു പരിപാടിയാണ്, ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ തീ പിടിപ്പിക്കൽ. ഇവിടെ എത്ര തീ പിടിപ്പിച്ചാലും പിടിക്കില്ല. ഒന്നാമത്തെ ഇവിടെ ഒലക്കൊടിയും ചകിരി അങ്ങനെയൊന്നുമില്ല, വിറക് വെച്ച് തന്നെ തീ പിടിപ്പിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെയോ ഇത്തവണ ഞാൻ തീ പിടിപ്പിച്ചെടുത്തു. ചോറിനുള്ള വെള്ളം വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഒരു ചായ, അത് നിർബന്ധമാണ്, എന്നും നിർബന്ധമാണ്. ഒരു പാൽ ചായ ഇട്ടു. ഞാൻ എന്ത് കുടിച്ചാലും അത് പിന്നെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ അല്ലിക്കും വേണം കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ സമാധാനത്തിൽ ഗ്ലാസ് ഒന്ന് ഇടയ്ക്ക് വായിൽ വെച്ച് കൊടുക്കും. അവർക്കും സമാധാനമായി, എനിക്ക് സമാധാനമായി. എന്താ രാവിലെ തന്നെ എണീറ്റ് എന്താ പരിപാടി? കൊച്ചേരൊക്കെ എന്നെ ഒങ്ങിക്കൂടാക്ക് രാവിലെ. കൊച്ചേരൊക്കെ എന്നെ ഒങ്ങിക്കൂടാക്ക്. എന്താണ്? ഓ അടുക്കളത്തെ പണികൾ ഒരുവിധം നമ്മൾ രണ്ടാളും കൂടെ ഒതുക്കിട്ടോ. അതോടൊപ്പം പോണതിന് മുന്നേ തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അല്ലിൻ്റെ അടുത്തുനിന്ന് മാറില്ല. അപ്പോൾ ഒന്നും നടക്കില്ല. അവളെ എവിടെയെങ്കിലും ഇരുത്തി കഴിഞ്ഞാൽ അവൾ കീറി പൊളിച്ചിട്ട് സ്വൈര്യം തരും ചെയ്യില്ല. അപ്പോൾ പിന്നെ അതൊക്കെ വേഗം കഴിഞ്ഞു. പിന്നെയുള്ളത് ക്ലീനിങ് സെക്ഷനാണ്. അടുക്കള പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അടുക്കള ഒരു വിധമായിട്ടുണ്ടാവും. അപ്പോൾ അടുക്കളയൊക്കെ നന്നായിട്ട് തുടച്ചു, പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു, അടുക്കള സെറ്റാക്കി. അത് കഴിഞ്ഞ് ഞാനൊന്ന് അടിച്ചു വരാൻ പോയി. അല്ലെങ്കിൽ ഞാനവിടെ വാക്കറിൽ ഇരുത്തി കുറേ കീറി പൊളിക്കും. അപ്പോൾ ഞാൻ എടുത്ത് ഇങ്ങനെ കുറച്ച് നേരം നടക്കും, പിന്നെ വീണ്ടും അടിച്ചു വരും. അങ്ങനെ അടിച്ചു വരാൻ മഹാമഹം അങ്ങനെ അവസാനിച്ചു. അതിൻ്റെ ഇടയിൽ അവൾ കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് മാത്രം അവൾ ഉറങ്ങി. ആ ഗ്യാപ്പിൽ ബാക്കിയുള്ള വൃത്തിയാക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവളെ ഞാനൊന്ന് കുളിപ്പിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, സാധാരണ അമ്മയാണ് കുളിപ്പിക്കൽ. ഇന്നിപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാനൊന്ന് മെയിൽ കഴുകി കൊടുത്തു. മെയിലൊക്കെ കഴുകി കൊടുത്ത് അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളെ ഞാനവിടെ വാക്കറിലിരുത്തി ഞാനങ്ങനെ അടിച്ചു വരി തുടയ്ക്കുന്നതൊക്കെ നോക്കി. പിന്നെ അവളുടെ കുപ്പായത്തിലൊരു പൂവൊക്കെ ഉണ്ടേനി, അത് കഴിച്ചും പിടിച്ചൊക്കെ കുറേ നേരമൊക്കെ അങ്ങനെ ഇരുന്നു. കുറേ ഇരുന്ന് കൊടുക്കുമ്പോൾ അവൾ കരയാൻ തുടങ്ങും, ദേഷ്യം പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ പിന്നെ ഓളെടുത്ത് കുറച്ച് നേരം ഇങ്ങോട്ടടുന്ന് പിന്നെ കുറേ കഴിയുമ്പോൾ വാക്കറിലെടുത്തും തുടയ്ക്കും. ഇങ്ങനെയൊക്കെയാട്ടോ പോകുന്നത്. പുറത്ത് നല്ല മഴയാണ്, മഴയ്ക്ക് ഒരു കുറവുമില്ല. തുടക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവൾ ഉറക്കം പിടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഞാനെടുത്ത് കുറേ നേരം എടുത്ത് അങ്ങ് നടന്നു. നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷം ഞാൻ അവളെ കിടത്തി ഒന്ന് പുറത്തേക്കൊക്കെ പോയി നോക്കിയിട്ടോ. പുറത്ത് നല്ല മഴയും കാറ്റൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി. അവൾ ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, എനിക്ക് കുളിച്ചിറങ്ങണം. ഇപ്പോഴത്തെ കുളിയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇന്ന് പിന്നെ സമാധാനത്തോടെ കുളിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ ദിവസങ്ങളായി സമാധാനത്തോടെ കുളിച്ചിറങ്ങില്ല. ഡോറ് തുറന്ന് നോക്കുക, ഉണർന്നിക്കണമെന്ന്. എന്നിട്ട് വീണ്ടും വേഗം വെള്ളം ഒഴിച്ചിങ്ങ് പോരലാണ് ഇപ്പോൾ അധികം. അത് ഞാൻ കുളിച്ച് വരേണ്ട താമസം അവൾ എണീറ്റിട്ടോ. പിന്നെ പണിയൊന്നുമില്ലല്ലോ, അവളുടെ കൂടെ കുറേ നേരം കളിച്ചു.
മാറ്റിച്ച് മറുപടിയില്ലേ നമ്മുടെ കാല് പാടില്ലേ വെള്ളരിക്കുന്ന തീരുന്നുണ്ട് മുളിപ്പശുവിന്റെ പാലുണ്ട് പുസ്തക താഴെ ഒളിച്ചടി കാവിലും പത്തരമത്തുണ്ട് മാറ്റിച്ച് മറുപടിയില്ലേ നമ്മുടെ കാല് പറഞ്ഞില്ലേ വെള്ളരിക്കുന്ന തീരുന്നുണ്ട് മുളിപ്പശുവിന്റെ പാലുണ്ട് പുസ്തക താഴെ ഒളിച്ചടി കാവിലും പത്തരമത്തുണ്ട് മുളിപ്പശുവിന്റെ പാലുണ്ട് പുസ്തക താഴെ ഒളിച്ചടി കാവിലും പത്തരമത്തുണ്ട് ഞങ്ങളെ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അതോടം ചോറിന് വന്നു കേട്ടോ. അതോടം വന്നാൽ പിന്നെ അതോടിൻ്റെ കൂടെയാണ് കിടപ്പും നടപ്പൊക്കെ. അങ്ങനെ അതോടം ചോറിന് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലി ഉറങ്ങുകയും ചെയ്തു. ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. വലിയ മഴയൊന്നും ഇല്ലായിരുന്നു, അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇങ്ങനെ നടന്നു, അവിടെ പിച്ചി ഇവിടെ പിച്ചി അങ്ങനെ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ.